സൈഫുദ്ദീൻ, ഇപ്പോൾ പൂർണ്ണമായും ഈ മേഖല സീൽ ചെയ്തുകൊണ്ടുള്ള പരിശോധനകളാണ് നിർത്തുന്നത്. മാധ്യമപ്രവർത്തകരുടെ അടക്കം ഇങ്ങോട്ട് മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ബാരിക്കേഡുകളൊക്കെ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. DGCയുടെ ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരടക്കം അകത്ത് പരിശോധന നടത്തുകയാണ്. നേരത്തെ ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള പരിശോധനകൾ നടത്തി. ഇനി കൂടുതൽ ആരെങ്കിലും എത്തിയാൽ അവരുടെ തെളിവുകളടക്കം നഷ്ടപ്പെടുമെന്നൊരു ആശങ്ക പോലീസിന് ഒരുപക്ഷെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മേഖല പൂർണ്ണമായും സീൽ ചെയ്തുകൊണ്ടുള്ള പരിശോധനയിലേക്ക് ഇവർ പോവുകയാണ്. ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള പരിശോധന നേരത്തെയും ആരംഭിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പുരോഗമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഈ വിമാനം തകർന്നു കിടക്കുന്ന മേഖലയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ വിമാനത്തിന്റെ ചിറക് തകർന്ന് കിടക്കുന്ന ഒരു ദൃശ്യമാണ്. അത് അവിടെ നിന്ന് ഈ തകർന്ന് വീണ സ്ഥലത്ത് നിന്ന് മാറ്റി ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇത് വിമാനത്തിന്റെ ചിറകാണ്. എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പകുതിയോളം ഭാഗികമായിട്ടാണ് ചിറക് തകർന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. പൂർണ്ണമായും അഗ്നിക്കിരയായിട്ടുണ്ട് ഈ ചിറകടക്കം. വിമാനത്തിന്റെ ചിറകാണ്. അത് ഇവിടെ നിന്ന് പുറത്തേക്ക്, ഈ അപകടം നടന്ന സ്ഥലത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇതുകൂടാതെ തന്നെ എഞ്ചിനടക്കം പല കെട്ടിടങ്ങളുടെയും ഒന്നാം നിലയിലും അതുപോലെ തന്നെ രണ്ടാം നിലയിൽ നിന്നെല്ലാമാണ് എഞ്ചിന്റെ അടക്കം അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതുപോലെ തന്നെ മറ്റ് ചിറക് മറ്റ് സമീപത്തെ മറ്റ് കെട്ടിടങ്ങളുടെ ഒന്നാം നിലയിലും രണ്ടാം നിലയിലൊക്കെ ആയത്. കാരണം ഈ ഹോസ്റ്റൽ മുറിയിലേക്ക് വന്ന് ഇടിച്ചു കയറുകയും പിന്നീട് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയും, അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സമീപത്തെ കെട്ടിടങ്ങളിലെല്ലാം വിമാനത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. സമീപത്തെ കെട്ടിടങ്ങളിലെല്ലാം അഗ്നിക്കിരയായിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഏകദേശം എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണവും മറ്റ് തെളിവ് ശേഖരണങ്ങളടക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും സീൽ ചെയ്തുകൊണ്ട് കെട്ടിടം, ഈ മേഖല പൂർണ്ണമായും സീൽ ചെയ്തുകൊണ്ടുള്ള പരിശോധന ഇപ്പോൾ നടക്കുന്നു. DGC ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എയർ ഇന്ത്യ അധികൃതർ അടക്കമാണ് ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി നടപടി ഉണ്ടാകുമെന്ന് തന്നെ വ്യക്തമാക്കുന്നു. ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായി ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായി DGC അധികൃതർ തന്നെ ഒരു വ്യക്തത വരുത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു.